നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശരചന്ദ്രവർമ്മ. ആദ്യമായി വയലാർ കലാ സാംസ്കാരിക വേദിയോട്, മുംബൈ പവായിലുള്ള സാംസ്കാരിക വേദിയോട് ഈ കുടുംബത്തിൻ്റെ ശിരസ് കുമ്പിട്ട ഒരു കൂപ്പുകൈയോടെ ഒരു സ്നേഹാന്വേഷണം അറിയിക്കട്ടെ. മറ്റൊന്നുമല്ല, വയലാറിൻ്റെ 50-ാം ചരമവാർഷികമായ ഈ വർഷം 2025 ഒക്ടോബർ 26 വൈകിട്ട് 6 മണിക്ക് ചാന്ദിവലിയിലുള്ള നഹർ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വയലാർ സ്മൃതി സന്ധ്യ നടത്തുന്നു. ഇതിൽപ്പര ഈ കുടുംബത്തിൽ ഇത്രയും അകലെ നിൽക്കുന്ന സ്ഥലത്തും ഈ കുടുംബം അഭിമാനത്തോടെ, അവിടെ എത്താൻ കഴിയാത്ത സങ്കടത്തോടെ അഭിമാനിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, 50 വർഷമായി വയലാർ മരിച്ചത് എൻ്റെ ഭാഗമായിട്ട് 50 പ്രഭാഷണങ്ങൾ 50 വേദിയിൽ നടത്തുന്നു. ആരാണിത്? ഒരുപക്ഷെ ജന്മാവകാശം വയലാറിൻ്റെ മകൻ എന്ന നിലയിൽ എനിക്കാണെങ്കിലും അക്ഷരാവകാശം എല്ലാ അർത്ഥത്തിലും ജയഞ്ചേട്ടനുള്ളതാണ്. കെ ജയകുമാർ IAS. അദ്ദേഹത്തിൻ്റെ 50 പ്രഭാഷണങ്ങളിലെ ആദ്യത്തെ പ്രഭാഷണം ഈ വയലാർ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും ഭദ്രദീപം എന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ആദ്യമായി വയലാറുമായി ചേർന്ന് പാട്ട് എഴുതിയ ആളാണ് ജയഞ്ചേട്ടൻ. ആ ജയഞ്ചേട്ടൻ ആ പാട്ടിൻ്റെ വരികൾ പോലെ അങ്ങോട്ട് എത്തിയിരിക്കുന്നത് മന്ദാരമണമുള്ള ഒരു സന്ദേശവാഹനായ കാറ്റായിട്ടാണ്. എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ വാക്കും സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈഡൂര്യം പതിക്കുന്ന പോലെ നിങ്ങളുടെ ഓരോ മനസ്സിലെ ഓരോ അക്ഷരങ്ങൾ പതിക്കുന്നൊരു ഉറപ്പുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നായികയുടെ നഖകാന്തി കവർന്ന മുത്ത്, അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നഖകാന്തി കവർന്നെടുത്ത പോലെ നിങ്ങളുടെ മനസ്സിനെയും അദ്ദേഹം കവരും. നിങ്ങളുടെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ തീർച്ചയായും ഓരോ മിനുങ്ങുന്ന മുത്താക്കി മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഈ ചടങ്ങിൽ ശ്രീ പ്രേംകുമാർ സപ്തസ്വര, വിജയകുമാർ രാഗലയ അവരുടെ ശിക്ഷണത്തിൽ വയലാർ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനമേളയും ഒരു ഗാനാഞ്ജലിയും നടക്കുന്നു എന്നറിയുന്നു. എത്താൻ പറ്റാത്ത സങ്കടത്തോടെ വയലാർ പാട്ടുപാടി എല്ലാ ആശംസകളും തരുന്നു ഈ കുടുംബത്തിന് വേണ്ടി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അവിടെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ പൂമരക്കൊമ്പിലേക്ക് പറന്ന് 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 വരാൻ പറ്റില്ലെങ്കിലും മനസ്സിനെ ആ കൊമ്പിലേക്ക്, ആ കൂട്ടിലേക്ക് ഞങ്ങൾ എല്ലാ പേരും കുടിയിരുത്തുന്നു. നന്ദി, നമസ്കാരം.